എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ല്യൂക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. സ്ത്രീകളിൽ നല്ലൊരു ശതമാനം ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ്. സത്യത്തിൽ ഇതൊരു രോഗമല്ല, ഇതൊരവസ്ഥയാണ്. അതായത് നോർമലി ആളുകളുടെ ശരീരത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ് നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇൻഫെക്റ്റഡോ മറ്റു കാര്യങ്ങളോ ആയിരിക്കില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് അമിതമായിട്ട് വരുമ്പോഴാണ് അതൊരു ഡിസ്കംഫർട്ട്, ഇച്ചിങ്ങും ഇൻഫെക്റ്റീവ് ആയിട്ടും മറ്റ് പ്രശ്നങ്ങളിലേക്ക് മാറുന്നത് അതാണ്. എന്നാൽ ഇന്ന് ധാരാളം പേര് ഇതിൻ്റെ പേരിൽ, ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ പേരിൽ മെഡിസിനും മരുന്നും കഴിച്ചും ചികിത്സിച്ചുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് ഒരു രോഗമായിട്ട് കാണേണ്ട അവസ്ഥയല്ല ഇത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരം ഓവറായിട്ട് ഹീറ്റ് ആവുക അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെസ് ആവുക, അതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മളൊരു രോഗമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. ഇതിനെ അങ്ങനെ ചികിത്സിച്ച് നിങ്ങൾ കാശ് കൊടുത്ത് മരുന്ന് കഴിച്ചും ചികിത്സിച്ച് മെനക്കെടേണ്ട ആവശ്യവുമില്ല. ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ ബോഡി സ്ട്രെസ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഓവറായിട്ട് ഹീറ്റ് ആവുന്നു, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരം കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി നമുക്ക് ബോഡിയെ കൂളാക്കാം. എന്തൊക്കെയാണ് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്നത്? എക്സ്റ്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുളിക്കുന്നത്. നമുക്ക് കുളി എന്ത് ചെയ്യാം? നമ്മുടെ ആളുകൾ സാധാരണ നിലയിൽ കുളി എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് സോപ്പ് തേച്ച് അഴുക്ക് കളയുക എന്നുള്ളൊരു പ്രതിഭാസം. സിമ്പിളായിട്ട് കുളിയെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ കുളി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കുളി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആരോഗ്യ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കുളി എന്ന് പറയുന്നത്. ഇത് റിയലായിട്ട് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കണം. എക്സാമ്പിൾ കാട്ടിലെ മൃഗങ്ങളിലേക്ക് നോക്കുക. ഇപ്പം ആനയും കാട്ടുപോത്തും ഇങ്ങനെയുള്ള ജീവികളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അലഞ്ഞ് നടന്ന് ആഹാരം തേടി നടന്ന് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുത്ത് അലഞ്ഞ് നടന്ന് വൈകുന്നേരം ഇവർ വെള്ളത്തിൽ വന്നൊരു കിടപ്പുണ്ട്. അതിന് നമ്മൾ പറയുന്നത് നീരാട്ടെന്നാണ് പറയുക, അല്ലേ? അവർ ആ വെള്ളത്തിൽ വന്ന് കിടന്ന് ഒരു 30-45 മിനിറ്റ്സൊക്കെ അവർ വെള്ളത്തിൽ കിടക്കും, അല്ലേ? അതിനുശേഷം ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ അന്നൊരു ദിവസം അവർ ചെയ്ത് നടന്ന് സ്ട്രെസ്സും സ്ട്രെയിനും ഇതെല്ലാം കളഞ്ഞ് ഫുൾ റീഫ്രഷ് ചെയ്തിട്ടാണ് അവർ എഴുന്നേറ്റ് പോകുന്നത്. ഇതാണ് വാസ്തവത്തിൽ കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ബോഡി മുഴുവൻ കൂളാക്കി ഫുൾ റീഫ്രഷ് ചെയ്തിട്ടാണ് ആ മൃഗങ്ങൾ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് മുഷിഞ്ഞ് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷായി കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ എത്ര റീഫ്രഷ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇച്ചിരി സമയമെടുത്ത് ഒരു 10 മിനിറ്റ് നമ്മുടെ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഷവറിൻ്റെ കീഴെ ഇരുന്ന് ഇച്ചിരി നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ എത്രമാത്രം നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ബോഡി എത്രമാത്രം സ്ട്രെസ്സ് റിലീഫ് ആകുമെന്ന് ചിന്തിച്ച് നോക്കി. ഇങ്ങനെയാണ് വാസ്തവത്തിൽ കുളിക്കേണ്ടത്. കുളി എന്ന് പറയുന്നത് ഇത് വലിയൊരു സംഭവമാണ്. നമ്മുടെ ശരീരത്തെ ഒത്തിരി നമ്മുടെ ലൈഫ് ഷോർട്ടായി പോകുന്നതിനും ഒരു റീസൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കുളിയാണ്. കുളിയുടെ വാല്യൂ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ ശരീരത്തെ സ്ട്രെസ്സ് കളഞ്ഞ് വളരെ കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കുളി എന്ന് പറയുന്നത്. ഇനി സമ്മർ സീസണിൽ നമ്മുടെ നോർമൽ ഒരു വ്യക്തിയോട് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് മുങ്ങിക്കുളിയാണ്. അപ്പം വേനൽക്കാലത്ത് നമ്മൾ ആരോഗ്യവാനായ ഒരു വ്യക്തി മുങ്ങിക്കുളിക്കണമെന്നാണ് അഡ്വൈസബിൾ. കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ ഹീറ്റ്, അതായത് വേനൽക്കാലത്തുള്ള ചൂട് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുങ്ങിക്കുളിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പലർക്കും അത് മുങ്ങിക്കുളിക്കാനുള്ള സാഹചര്യമില്ല. സാഹചര്യം ഉള്ളവർ പോലും അത് ചെയ്യുന്നില്ല. സാഹചര്യം ഇല്ലാത്തവരാണ് അധികം പേരും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഷവർ യൂസ് ചെയ്യാം, ടബ് ബാത്ത് യൂസ് ചെയ്യാം, പൂൾ യൂസ് ചെയ്യാം, ഇങ്ങനെ പലതും യൂസ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബോഡി കൂളാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി തലനീരിറക്കം അല്ലെങ്കിൽ ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഷവർ ക്യാപ്പ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോഡി കൂളാക്കാനായിട്ട് ബോഡിയിലേക്ക് വെള്ളം
ഒഴിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്പസമയം നിങ്ങളുടെ ബോഡിയെ കൂളാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയെ കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ആഹാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ബോഡിയെ ഹീറ്റാക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ആഹാരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പ്രധാനമായിട്ടും ചിക്കൻ തന്നെയാണ്. ചിറകുള്ള ജീവികളെല്ലാം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉദാഹരണം കോഴി, കാട, ഇങ്ങനെയുള്ള ജീവിയെല്ലാം ഹീറ്റാണ്. അതിൻ്റെ മുട്ടയും ഹീറ്റാണ്, അതിൻ്റെ മാംസവും ഹീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചിറകുള്ള ജീവികളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് എല്ലാവരും വർജിക്കേണ്ട ആഹാരമാണ് കോഴി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പൂർവികർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർക്കെല്ലാം സീസണൽ ഫുഡായിരുന്നു. കോഴിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് മഴക്കാലത്തായിരുന്നു. വേനൽക്കാലത്ത് അവർ കോഴിയൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പം കാലഘട്ടമൊക്കെ മാറി. ഇന്ന് നമുക്ക് സീസൺ ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ സീസൺ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് എല്ലാ സീസണിലും നമ്മൾ ചിക്കൻ കഴിക്കുന്നു, എല്ലാ സീസണിലും നമ്മൾ എല്ലാ ഫുഡും കഴിക്കുന്നു. അപ്പം അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം സീസണൽ ഫുഡ് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ബോഡി ഹീറ്റ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ നമ്മൾ സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഉപയോഗിക്കരുത്. എസ്പെഷ്യലി വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ല്യൂക്കോറിയ പോലത്തെ പ്രോബ്ലം ഉള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം, ഹീറ്റ് ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ വർജിക്കണം. എസ്പെഷ്യലി ചിക്കൻ, കോഴിമുട്ട, അതുപോലെ തന്നെ കാടമുട്ട, ഇങ്ങനെയുള്ളത് ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് താറാമുട്ട ഉപയോഗിക്കാം. അതേപോലെ വെള്ളത്തിലുള്ള ജീവി, മീൻ, അങ്ങനെയുള്ള ജീവികളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കരയിലുള്ള മീറ്റ് പോലത്തെ സാധനങ്ങൾ, റെഡ് മീറ്റ് പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കുഴപ്പമില്ല. കാരണം ബോഡി ഹീറ്റ് ഉണ്ടാക്കുന്നത് ചിറകുള്ള ജീവികളാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടത് വഴുതനങ്ങ ഉപേക്ഷിക്കാം, പൈനാപ്പിൾ ഉപേക്ഷിക്കാം. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ബോഡി കൂളാക്കുന്ന സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ജ്യൂസ് ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബോഡി കൂളാക്കുന്ന മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയെ കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണലി ഇൻറ്റേർണലി നമ്മുടെ ബോഡി കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിന് നിങ്ങൾ ₹1 മരുന്ന് പോലും കഴിച്ച് ഇതിനെ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ കാശും വേസ്റ്റ് ആക്കേണ്ട. നിങ്ങൾ മരുന്ന് കഴിച്ച് നിങ്ങളുടെ സമയവും കളയേണ്ട കാര്യമില്ല. ഇതൊരു രോഗമല്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നിങ്ങളുടെ ബോഡി സ്ട്രെസ്സായി എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഹീറ്റായി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ മാത്രമാണ് ഇത്. ഇതിനെ നിങ്ങൾ ഈ നിലയിൽ മാനേജ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു കണ്ടീഷനാണ് ഇൻഫെക്ഷൻ ആവുന്നത്. ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. അതിനെ കൾച്ചർ ചെയ്തിട്ട് എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനാവും. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.